പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനാകാതെ പാകിസ്ഥാൻ ഭാരതവുമായി സമാധാന ചർച്ച നടത്തണമെന്ന ആവശ്യവുമായി പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തയ്യാറാണെന്നും പാകിസ്ഥാൻ അറിയിച്ചു. ഭീകരതയ്ക്ക് കുടപിടിക്കുന്നത് അവസാനിക്കും വരെ ചർച്ചയ്ക്കില്ലെന്ന് ഭാരതം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, നിലപാടുകൾ നേരത്തെ തന്നെ ഭാരതം സ്വീകരിച്ചതാണ്. അത് പാകിസ്ഥാനോടും മറ്റു ലോകരാഷ്ട്രങ്ങളുടെയൊക്കെ മുന്നിൽ വ്യക്തമാക്കിയതുമാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ ആവശ്യം എന്താണ്? ഭാരതം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണോ ഒരു ചർച്ചയ്ക്ക് പാകിസ്ഥാൻ തയ്യാറാകുന്നത്? നിലവിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഭാരതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന ഒരു ആവശ്യത്തിലേക്ക് പാകിസ്ഥാൻ എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വിവിധ മേഖലകളിൽ ഭാരതം നൽകിയിട്ടുള്ള കനത്ത പ്രഹരം താങ്ങാനാകാത്ത അവസ്ഥയിലാണ് നിലവിൽ പാകിസ്ഥാനുള്ളത്. ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്ക് കനത്ത തിരിച്ചടി നൽകിയെങ്കിൽ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്, കൂടാതെ ഭാരതത്തിൽ നിന്ന് പാകിസ്ഥാൻ പൗരന്മാരെ, അത് വിദ്യാഭ്യാസത്തിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി എത്തിയിട്ടുള്ള പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കിയിട്ടുള്ളത്, വാഘ അട്ടാരി ബോർഡർ അടച്ചത്, കൂടാതെ ഇന്ത്യയിലേക്കുള്ള പാകിസ്ഥാനിലെ ഇറക്കുമതി അവസാനിപ്പിച്ചതും ഇന്ത്യൻ അതിർത്തികളിലൂടെ മറ്റു രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും തടഞ്ഞതും ഉൾപ്പെടെ കനത്ത പ്രഹരമാണ് പാകിസ്ഥാന് നൽകിയിട്ടുള്ളത്. കാരണം ഭാരതത്തിന്റെ സമുദ്ര അതിർത്തി വഴിയും വ്യോമാതിർത്തി വഴിയും വലിയ ചരക്ക് നീക്കം പാകിസ്ഥാൻ നടത്തിയിരുന്നു. അത് പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ട്. ഭാരതത്തിലേക്കുള്ള ഇറക്കുമതി പൂർണ്ണമായും തടഞ്ഞു. സിന്ധു നദീജല കരാർ പൂർണ്ണമായും മരവിപ്പിച്ചുകൊണ്ട് ജലം വിട്ടു നിൽക്കാത്ത അവസ്ഥ. അത്തരത്തിൽ വിവിധ മേഖലകളിൽ നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നടുവൊടിഞ്ഞിരിക്കുന്ന പാകിസ്ഥാന് കനത്ത പ്രഹരമാണ് ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ പ്രതിസന്ധികളിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിലാണ്. അതല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നോ അല്ലെങ്കിൽ ഭാരതവുമായി സമാധാനത്തിൽ മുൻപോട്ട് പോകണമോ എന്ന ആത്മാർത്ഥതയോടെയുള്ള ആഗ്രഹമല്ല ഇത് എന്നുള്ളത് തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നതും. നിലവിൽ ഈ പ്രശ്നങ്ങൾ അത്രയധികം പ്രതിസന്ധി പാകിസ്ഥാന് സൃഷ്ടിച്ചതുകൊണ്ട് മാത്രം ഭാരതവുമായുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന താല്പര്യമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. അതും ഈ നിലവിൽ ഭാരതത്തിന്റെ സർവകക്ഷി സംഘം വിവിധ ലോകരാജ്യങ്ങളിൽ സന്ദർശിക്കുകയും പാകിസ്ഥാൻ എത്രത്തോളം ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട്, അത് ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ എത്രത്തോളം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്ന വസ്തുത തുറന്നു കാണിക്കാൻ ഭാരതത്തിന് സാധിക്കുന്നു. അതിന് സമാനമായി ചില വിദേശ യാത്രകൾ ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നടത്തുകയാണ്. നേരത്തെ തുർക്കി സന്ദർശിച്ച് ഇപ്പോൾ ടെഹ്റാനിൽ ഈ ഇറാൻ ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിറകെയാണ് ഭാരതവുമായുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും സമാധാന ചർച്ച ഭാരതവുമായി നടത്തണം, പ്രശ്നങ്ങൾ സമാധാനത്തിലൂടെ പരിഹരിക്കണം, വാണിജ്യ വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾ, ജമ്മു കശ്മീർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തുടരുന്ന പ്രശ്നങ്ങൾ, ഇവയെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന പ്രസ്താവനയാണ് ഇറാനിൽ വെച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഭാരതത്തിന്റെ നിലപാട് വളരെ കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി പാകിസ്ഥാനുമായി ഉഭയകക്ഷി തലത്തിൽ യാതൊരു തലത്തിലുമുള്ള ചർച്ചയില്ല. ഇനി ചർച്ചയുള്ളത് ഭാരതം നൽകിയിട്ടുള്ള പട്ടിക പ്രകാരം പാകിസ്ഥാൻ ഭീകരരെ വിട്ടു നൽകുന്നതിലും ജമ്മു കശ്മീരിൽ പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള ഭൂമി ഒഴിഞ്ഞു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് വിഷയങ്ങളിൽ മാത്രമാണ് പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് താല്പര്യമുള്ളത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഉഭയകക്ഷി ചർച്ചകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ ഭീകരതയ്ക്കുള്ള പിന്തുണ പൂർണ്ണമായും അവസാനിപ്പിച്ചതിന് ശേഷം, അത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും പാകിസ്ഥാനുമായി ഒരു ഉഭയകക്ഷി ചർച്ചയോ നയതന്ത്ര തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിനോ ഇന്ത്യ താല്പര്യപ്പെടുന്നുള്ളൂ എന്ന വ്യക്തമായ നിലപാട് ഭാരതം അന്താരാഷ്ട്ര വേദികളിലും അല്ലാതെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഈ ഒരു ആവശ്യത്തോട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ആവശ്യത്തോട് നിലവിൽ ഭാരതം പ്രതികരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഭാരതത്തിന്റെ ആവശ്യം ഒന്ന്, നേരത്തെ രാജ്യത്തിനകത്ത് ഭീകരാക്രമണങ്ങൾ നടത്തി പാകിസ്ഥാനിലെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഒളിഞ്ഞിരുന്ന ഭീകരർ, ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിനെയും ഉൾപ്പെടെയുള്ള ഭീകരരെ ഭാരതത്തിന്റെ നിയമ നടപടികൾക്കായി വിട്ടു നൽകണം, ജമ്മു കാശ്മീരിൽ അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള ഭൂമി ഒഴിഞ്ഞു നൽകിക്കൊണ്ട് അതിന്മേലുള്ള ചർച്ച നടത്തണം എന്ന കാര്യം മാത്രമാണ് ഭാരതം ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധികളിലേക്ക് പാകിസ്ഥാൻ പോവുകയും ലോകരാജ്യങ്ങളുടെ പിന്തുണ മുഴുവൻ ഭാരതത്തിന് ലഭിക്കുകയും വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ, അത് വാണിജ്യ മേഖലയിലും നിലവിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതിൽ ഭാരതത്തിന്റെ ഉപരോധവും ഒപ്പം അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ ഭീകരതയ്ക്ക് കുടപിടിക്കുന്ന പിന്തുണ നൽകുന്ന രാജ്യമാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നത് കൊണ്ട് ഏഷ്യൻ മേഖലയിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, വികസനത്തെ എത്രത്തോളം
ബാധിക്കുന്നു എന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ, ലോകരാഷ്ട്രങ്ങളിലെ വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് മുൻപിൽ തുറന്നു കാണിച്ചുകൊണ്ടാണ് ഭാരതത്തിൻ്റെ സർവകക്ഷി സംഘം നിലവിൽ യാത്ര നടക്കുന്നത്. ഈ ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഭാരതവുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ താല്പര്യമുണ്ട് എന്നൊരു പ്രതികരണം ഇറാനിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് നടത്തിയിട്ടുള്ളത്. വീണ. ഓക്കെ, ശരി ജിഷ്ണു.